നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി മനോജ്, 7 മണിക്ക് തന്നെ എല്ലായിടത്തും വോട്ടെടുപ്പ് ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ തന്നെയാണോ ലഭിക്കുന്നത്? അർജുൻ, വോട്ടെടുപ്പിന്റെ സമയം 7 മണി മുതലാണ്. 7 മണി മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പലയിടത്തും. പക്ഷേ ഈ യന്ത്ര തകരാർ മൂലം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ വോട്ടെടുപ്പ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പിണറായി RC അമല ബേസിക് UP സ്കൂളിലാണ്. ഇവിടുത്തെ 193 നമ്പർ ബൂത്തിൽ പോളിംഗ് മുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഈ പോളിംഗ് ആരംഭിച്ചിട്ടില്ല. വോട്ടർമാരുടെ നീണ്ട നിരയാണ് ഈ RC അമല സ്കൂളിലുള്ളത്. ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വോട്ട് ചെയ്യാൻ എത്തുന്നത്. ഇവിടെയാണ് യന്ത്ര തകരാറിനെ തുടർന്ന് ഇതുവരെ പോളിംഗ് ആരംഭിക്കാതിരുന്നത്. രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ വോട്ടർമാരുടെ നീണ്ട നിര ഇവിടെ ഉണ്ടായിരുന്നു. പലരും അതിരാവിലെ തന്നെ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തി. പക്ഷേ ഇതുവരെ പോളിംഗ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ബൂത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 193 ബൂത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. നിരവധി വോട്ടർമാർ, ഏതാണ്ട് 100ഓളം വോട്ടർമാർ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ യന്ത്ര തകരാർ കാരണം ഇതുവരെ പോളിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് 2 ബൂത്തുകൾ, അതായത് 194, 195 ഈ 2 ബൂത്തുകളിലും സുഗമമായി തന്നെ പോളിംഗ് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 8 മണിക്കാണ് ഇവിടെ വോട്ട് ചെയ്യാനായി എത്തുക. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയതാണ്. വോട്ടിംഗ് മെഷീനുകളുടെ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ട ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഈ കാര്യങ്ങളൊക്കെ യന്ത്രം നോക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതുവരെ അതിൻ്റെ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ രാവിലെ തന്നെ ക്യൂ നിൽക്കുന്നതാണോ? എത്ര മണിക്ക് വന്നതാ? ഒരു 6:45 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരും വോട്ട് ചെയ്തില്ല അല്ലേ? ആരും ചെയ്തില്ല. യന്ത്ര തകരാറാണോ? അതെ, ഒരു 7 മണിയാകുന്നിടക്ക് എത്തിന്, ഒരു 6:30 ആകുമ്പോഴേക്ക് എത്തി. ഇല്ല, ഇതുവരെ തുടങ്ങിയില്ല. രാവിലെ തന്നെ വന്ന എന്തെങ്കിലും പരിപാടികളുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. 6:45 വോട്ട് ചെയ്ത് പോവാന്ന് വിചാരിച്ചു വന്നതാണ്. കാലാവസ്ഥ അങ്ങനെയല്ലേ, വീടല്ലേ. ഇതുവരെ ഇവിടെ തുടങ്ങിയില്ല. ഇല്ല, 6:30 വന്നതിനും പിന്നെ കാലാവസ്ഥൻ്റെതും പിന്നെ ജോലിക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നേരത്തെ, പക്ഷേ ഇതുവരെ ഇവിടെ തുടങ്ങിയില്ല. ഇപ്പോൾ വേഗം വന്ന് കുറേ സമയം ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥയായി. വേഗം വന്ന് വേഗം പോവാന്ന് കരുതിയല്ലേ? വേഗം വന്ന് വേഗം പോകാന്ന് വെച്ചാൽ ഇതുവരെ അതിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ 7:40 ആയിരുന്നു അല്ല. പുതിയ മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ജീവൊന്നും അറിയില്ല. നേരത്തെ വന്നു, 7 മണിക്കുള്ളിൽ എത്തിന്. സാധാരണ അങ്ങനെയാണ്, സാധാരണ നമ്മൾ രാവിലെ വരുന്നതാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് രാവിലെ വോട്ട് ചെയ്യുന്ന ആളാണ്. വോട്ട് ചെയ്യുന്ന ആളാണ്. വെയിലിൻ്റെ ചൂടൊക്കെ ആകുന്നതിനിടക്ക് വോട്ട് ചെയ്ത് പോവുക. അതെ, അങ്ങനെ കണക്കെടുത്തിട്ട് വരുന്നത്. രാവിലെ നിന്ന് തന്നെയാണ് ചെയ്തിട്ട് പോയിട്ട് വേറെ ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ പോകാന്ന് വിചാരിച്ചു വന്നതാണ്. പണിമുടക്കി വോട്ടിംഗ് മെഷീൻ എന്ന് പറയാം. നമ്മുടെ സമയം വരെ കേട്ടത്രയാണ്. എന്തായാലും അർജുൻ, ഈ രീതിയിലാണ് ആളുകൾ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മറ്റ് ജോലികളിലേക്കൊക്കെ പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാവിലെ തന്നെ ഈ വോട്ട് ചെയ്യാനായി എത്തിയത്. അങ്ങനെയാണ് ആ ക്യൂ, അതായത് 6:45 മുതൽ ഉള്ള ക്യൂ ആണ് ഇതിപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 100-ലധികം ആളുകൾ, വോട്ടർമാരുടെ നീണ്ട നിര എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. RC അമല ബേസിക് സ്കൂളിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് 500ഓളം വോട്ടർമാർ എത്തിയിട്ടുണ്ട്. 3000-ലധികം വോട്ടർമാരാണ് ഈ 3 ബൂത്തുകളിലുമായി ഉണ്ടാവുക. എന്തായാലും കനത്ത പോളിംഗ് എന്നുള്ള രീതിയിലേക്ക് രാവിലത്തെ ഈ ഘട്ടത്തിലെ വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഏതായാലും RC അമല ബേസിക് സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 194 ബൂത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനായി എത്തുക. അല്പസമയത്തിനകം 8 മണിയോടുകൂടി മുഖ്യമന്ത്രി എത്തുകയും ചെയ്യും. അർജുൻ, മനോജ്, മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തേണ്ട ഈ പോളിംഗ് ബൂത്തിലാണോ ഇപ്പോൾ ഈ തകരാറുണ്ടായിരിക്കുന്നത്? അത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് കാരണം പറയുന്നത്? പ്രശ്നം പരിഹരിക്കാൻ ആവശ്യം ഇടപെടൽ നടത്തുന്നുണ്ടോ അവർ? പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. അതായത് പുതിയ മെഷീൻ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നത്. ഉദ്യോഗസ്ഥർ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഏതാണ്ട് 3/4 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ വോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ
RC അമല ബേസിക് UP സ്കൂളിലെത്തിയ വോട്ടർമാരാകെ തന്നെ നിരാശരാണ്. അവർക്ക് വെയിലിൻ്റെ ചൂട് അതിനു മുമ്പ് തന്നെ വോട്ട് ചെയ്ത് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പലരും പ്രായമായവരും മറ്റും ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അവരെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രയാസപ്പെടുന്നത്. മറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നത് 194 നമ്പർ ബൂത്തിലാണ്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ സുഗമമായി തന്നെ പോളിംഗ് നടക്കുന്നുണ്ട്. പോളിംഗിൻ്റെ മന്ദഗതിയിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ചില സാങ്കേതികമായ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ അതൊക്കെ ഒന്ന് സ്മൂത്തായി വരണമെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂർ എടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ മറ്റ് 2 ബൂത്തുകൾ 193, 194 എന്നീ 194, 195 എന്നീ 2 ബൂത്തുകൾ കൂടിയുണ്ട്. അത് രണ്ടിലും സുഗമമായി തന്നെ പോളിംഗ് നടക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള നിരവധി വോട്ടർമാർ, സ്ത്രീ വോട്ടർമാരും ഒക്കെ വലിയ രീതിയിൽ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ രാവിലെ വന്നതാണോ? എത്ര മണിക്ക് വന്നു? 7:30 വന്നു. 7:30 വന്നത്? 7 മണിക്കാണോ? 7 മണിക്കൊന്നും വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് 7 മണിക്കുള്ളൂ. രാവിലെ തന്നെ വോട്ട് ചെയ്ത് എന്താണ് ജോലി ഒന്നും കൊണ്ടോ? ടൈലറാണ്. അപ്പോൾ വോട്ട് ചെയ്ത് പണിക്ക് പോവുക എന്നുള്ള ലക്ഷ്യം. രാവിലെ വന്നതാണോ? കുറച്ച് സമയമായി. എന്തായാലും ഈ രീതിയിൽ കന്നി വോട്ടറാണോ? അല്ല അല്ല അല്ല, കുറെ വോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വോട്ട്. കന്നി വോട്ടർ ആദ്യമായി വോട്ട് ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഒരു വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒരു ത്രില്ല് എങ്ങനെയാ? ത്രില്ലൊന്നുമില്ല. എന്താ ആദ്യമായി വോട്ട് ചെയ്യല്ലേ? അതെ, അങ്ങനെയൊന്നുമില്ല. വോട്ട് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. കന്നി വോട്ടറാണോ? അല്ലല്ല, ചെയ്തില്ല. അല്ല, കന്നി വോട്ടർ ഇപ്പൊ വന്നതാണ്. എന്തായാലും ഈ രീതിയിൽ സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിര തന്നെ നമുക്ക് ഓരോ ബൂത്തുകളിലും കാണാൻ കഴിയും. അതിന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാർ അത് സ്ത്രീ വോട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ഈ അർജുൻ നേരത്തെ ചോദിച്ചത് 194 നമ്പർ ബൂത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ എത്തുക. അവിടെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ വോട്ടിംഗ് ഇപ്പോൾ സുഗമമായി തന്നെ പോകുന്നുണ്ട്. അർജുൻ, മറ്റിടങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മനോജ്? എല്ലായിടത്തും സുഗമമായി തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണോ? അതോടൊപ്പം ഇതേ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ, വോട്ടെടുപ്പ് തടസ്സപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ മറ്റിടങ്ങളിൽ? പിണറായി മുണ്ടയോട് 105 ബൂത്തിൽ യന്ത്രത്തകരാറുണ്ട് എന്നുള്ള ഒരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പയ്യന്നൂർ മണ്ഡലം പുഞ്ചക്കാട് സെന്റ് മേരീസ് സ്കൂളിൽ 115, 117 ബൂത്തുകളിലും EVM തകരാറിലായിട്ടുണ്ട്. വോട്ടിംഗ് താൽക്കാലികമായി അവിടെ നിർത്തിവെച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നു. എന്തായാലും മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ പല സ്ഥലങ്ങളിലും, അതായത് ഈ യന്ത്രത്തകരാർ എന്നുള്ള ആ സാങ്കേതിക തടസ്സം ഒഴിച്ച് മറ്റ് ബൂത്തുകളിലൊക്കെ തന്നെ സുഗമമായി തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് വരുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് എല്ലാ ബൂത്തുകളിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മനോജ് നേരത്തെ സൂചിപ്പിച്ചു, 8 മണിയോടെ തന്നെ മുഖ്യമന്ത്രി അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കുകയുമാണ്. മറ്റ് നേതാക്കളൊക്കെ തന്നെ രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമോ? KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുള്ളത് UDFന്റെ ഒരു തരംഗം തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകും എന്നാണ് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത്. 100-ലധികം സീറ്റ് UDF ഉറപ്പായും നേടും എന്നുള്ള ഒരു പ്രതികരണമാണ് KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ തരംഗം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ആ തരംഗം ആവർത്തിക്കും എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടി KPCC പ്രസിഡന്റ് പറഞ്ഞത്. സർവേകളിൽ താൻ തോൽക്കും എന്ന് കണ്ടു. അതായത് പേരാവൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. നേരിയ എഡ്ജ് KK ശൈലജക്കാണ് ചില സർവേകൾ നൽകിയത്. അതിനെക്കുറിച്ചും ചില പ്രതികരണങ്ങൾ KPCC പ്രസിഡന്റ് നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ, പേരാവൂരിലെ ജനങ്ങളെ തനിക്കറിയാം, 4ാമതും ഇവിടെ ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞത്. വയനാട് ഫണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നികേഷിനെതിരെ, അതായത് MV നികേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നിരുന്നു. അതിൽ ഗുരുതരമായ ആരോപണം, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ മാത്രമാണ്
കോൺഗ്രസ് പുറത്തുവിട്ടത്. മറ്റൊരു ബാങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ തുക ഉണ്ട് എന്നുള്ള തരത്തിൽ MV നികേഷ് കുമാർ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ MV നികേഷ് കുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും KPCC പ്രസിഡന്റ് പ്രതികരിച്ചു. ശബരിമല കൊള്ളയാണ് ഏറ്റവും വലിയ പ്രശ്നമായി ആളുകളിൽ ഉള്ളത്. അതായത് ഭരണകക്ഷിയുടെ ആളുകൾ തന്നെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ജനങ്ങൾ മറക്കില്ല എന്നാണ് KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. സത്യം മാത്രം പറയുന്നത് കൊണ്ടാണ് താൻ ഇങ്ങനെ ചോദ്യങ്ങളോട് പ്രകോപിതനാകുന്നത് എന്ന ഒരു മറുപടി കൂടി അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ പാലക്കാട് ഇന്നലെ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വോട്ടിന് പണം നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന കാര്യമുണ്ട്. അതിനെക്കുറിച്ചും KPCC പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട്. പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് BJP എന്ന ആക്ഷേപമാണ് KPCC പ്രസിഡന്റ് ഉയർത്തിയത്. ഇങ്ങനെ രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടാണ് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന അദ്ദേഹം വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് അവരുടെ ബൂത്തുകൾ ഒക്കെ സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും KPCC പ്രസിഡന്റ് വലിയ ആത്മവിശ്വാസത്തിലാണ്. UDFന്റെ ഒരു തരംഗം തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസമാണ് KPCC പ്രസിഡന്റ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം, അതിനാണ് കേരളം ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. മുഖ്യമന്ത്രി ഈ RC അമല ബേസിക് UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം എന്താണ് രാഷ്ട്രീയ പ്രതികരണം നടത്തുക എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ബോംബ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രതികരണം നടത്തിയ സ്ഥലം കൂടിയാണ് ഈ RC അമല ബേസിക് UP സ്കൂൾ. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നതിൻ്റെ ആ വാർത്ത അന്ന് ഈ വോട്ടെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസമാണ് വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് വന്നിരുന്നത്. അതിന് തക്ക മറുപടി നൽകിക്കൊണ്ട്, അതായത് EP ജയരാജനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടുള്ള ഒരു മറുപടി EP ജയരാജനെതിരെ മുഖ്യമന്ത്രി നടത്തുന്ന ഒരു പ്രതികരണം നമ്മൾ കേട്ട സ്ഥലം കൂടിയാണ് ഈ RC അമല ബേസിക് UP സ്കൂൾ. അതുപോലെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ കണ്ണൂരിൽ മീറ്റ് പ്രസിലൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവുമില്ല, ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും വികസനമാണ് ചർച്ച ചെയ്യപ്പെട്ടത്, വികസന കാര്യങ്ങൾ ചർച്ച ചെയ്താൽ സർക്കാരിനെതിരെ ഒരു വികാരവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് കൂടിയാണ് കേരളം ഇപ്പോൾ കാതോർത്ത് നിൽക്കുന്നത്. അർജുൻ. മനോജ്, അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിന്റെ പ്രതികരണം പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇന്നലെ ഈ മൈനോറിറ്റി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് ഒമർ ദിവാറിനും ഒക്കെ തന്നെ ഈ സണ്ണി ജോസഫിനെയും K സുധാകരനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ തന്നെ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമെന്നൊരു ആശങ്ക ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടോ? അർജുൻ, അതിനു മുമ്പ് മറ്റൊരു കാര്യം, ഈ 193-ാം ബൂത്തിലെ തകരാർ ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നു. ഏതാണ്ട് 3/4 മണിക്കൂറിന് ശേഷം ഇവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഈ ബൂത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 193-ാം നമ്പർ ബൂത്ത് പിണറായി RC അമല ബേസിക് UP സ്കൂളിന്റെ 193-ാം നമ്പർ ബൂത്തിൽ 7:45 ഇപ്പോൾ ഈ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് 45 മിനിറ്റ് വൈകിയാണ് ഇവിടെ ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ 1 മണിക്കൂറായി വോട്ടർമാർ ക്യൂ നിൽക്കുകയാണ്. അവിടെ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അർജുൻ, നേരത്തെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? മനോജ്, കഴിഞ്ഞ ദിവസം മൈനോറിറ്റി കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ഒമർ ദിവാറിനൊക്കെ തന്നെ ഈ KPCC പ്രസിഡന്റിനും K സുധാകരനും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു, പ്രത്യേകിച്ച് കണ്ണൂർ കൃഷ്ണനോടൊക്കെ. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടിയാകുമെന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ടോ? അർജുൻ, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം അതിനെ കാണുന്നില്ല. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെ തന്നെ പരിഹരിക്കപ്പെട്ടതാണെന്നാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നമ്മളോട് പറഞ്ഞത്. മൈനോറിറ്റി കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റായ അബ്ദുൽ ഖാദർ ഉയർത്തിയ ആക്ഷേപം അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ്. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരാൾ ഏതോ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രതികരിച്ചത്. അതേ രീതിയിൽ തന്നെ, അതായത് അബ്ദുൽ ഖാദറിന്റെ
ഇന്നലെ ആ പ്രതികരണത്തിന് പിന്നിൽ കെ സുധാകരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ മമ്പറം ദിവാകരൻ പ്രതികരണം നടത്തിയിരുന്നു. കെ സുധാകരനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മമ്പറം ദിവാകരന്റെ പ്രതികരണം വന്നിരുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കെ സുധാകരൻ കണ്ണൂരിലും പേരാവൂരിലും UDF സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് മമ്പറം ദിവാകരൻ ഉയർത്തിയത്. ഇതിനെതിരെ AICCക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം കണ്ണൂർ വിഷനോട് പറഞ്ഞിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ചർച്ച ആയിട്ടുണ്ട്. പക്ഷേ KPCC നേതൃത്വമോ അല്ലെങ്കിൽ DCC നേതൃത്വമോ ഈ മമ്പറം ദിവാകരന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ഇന്നലെ വോട്ടെടുപ്പിന്റെ തലേ ദിവസം ഈ കോൺഗ്രസിന്റെ നേതാക്കളിൽ നിന്ന് ഉണ്ടായത്. എന്തായാലും സണ്ണി ജോസഫിനെതിരെ നിശിതമായ വിമർശനമാണ് മൈനോറിറ്റി കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റായ അബ്ദുൽ ഖാദർ ഉയർത്തിയത്. അതായത് ഈ പേരാവൂരിൽ അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഗുരുതരമായ ഒരു കാര്യം പറഞ്ഞു. അതായത് കെ സുധാകരനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമം ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, അതായത് KPCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ളൊരു ആക്ഷേപമാണ് അദ്ദേഹം ഉയർത്തിയത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ഈ രാഷ്ട്രീയ രംഗത്ത്, അതായത് വോട്ടെടുപ്പിന്റെ നിശബ്ദ പ്രചരണ വേളയിൽ വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ അതൊക്കെയായിരുന്നു. അർജുൻ.